എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2-3 ദിവസമായി നമ്മളെ വീഡിയോയിലൂടെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിന് പോവുകയാണ്. ഹസ്ബൻഡിൻ്റെ നെവ്യൂൻ്റെ മാരേജാണ്. പെരുമ്പാവൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. റിസപ്ഷൻ ട്രിവാൻഡ്രത്ത് വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. പെണ്ണും ചെറുക്കനും ഒക്കെ പോയതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസപ്ഷൻ. അപ്പോൾ അതിൻ്റെ തിരക്ക്. പക്ഷെ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഭയങ്കര ബിസി ആയിപ്പോയി, അറിയാലോ, കല്യാണത്തിൻ്റെ തിരക്കും. അങ്ങനെ എനിക്ക് ഒറ്റ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. പിന്നെ റിസപ്ഷനൊക്കെ കഴിഞ്ഞു. ഇന്നലെ ലേറ്റ് നൈറ്റാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഹസ്ബൻഡിനും ഭയങ്കര ടയേർഡായിപ്പോയി പുള്ളി. ഞാൻ വണ്ടി ഓടിച്ച് കുറച്ചൊക്കെ സഹായിച്ചു. പക്ഷേ പിന്നെ പുള്ളി തന്നെ ബാക്കി. പിന്നെ എന്നെ അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പുള്ളി തന്നെ ബാക്കി ദൂരമൊക്കെ വണ്ടി ഓടിച്ചത്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ടയേർഡായിപ്പോയി. ഇവിടെ വന്ന് പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയായിരുന്നു, പ്രതിഷ്ഠാദിനമായിരുന്നു. അപ്പോൾ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും, എൻ്റെ അമ്മാവൻ്റെ മക്കളെല്ലാവരും ചോദിച്ചു, അമ്മാവന്മാരുടെ മക്കൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, എന്താണ് 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാത്തെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് കാരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആരെയും എനിക്ക് 2 ദിവസമായിട്ട് ഒന്ന് നിങ്ങളെ വീഡിയോയിൽ കൂടിയാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒന്നും സാധിച്ചില്ല. കുക്കിങ്ങും ഇല്ല, അല്ലാത്തതും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു വീഡിയോ, ഒരു റെസിപ്പി, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ട്, അതായത് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അങ്ങനെ കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നു. റിസപ്ഷൻ അതിലേറെ ഗംഭീരമായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങളുടെ പൂജയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയപ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി അതിൻ്റെ ഇൻട്രോ എടുക്കാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു റെസിപ്പി, ചെറിയൊരു ഇതാണ് എടുക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് അത് പുഴുങ്ങി പൊടിച്ച് ഞാൻ കുറേ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒരു റെസിപ്പിയാണ്. ഇത് വേണമെങ്കിൽ പരത്തി, അധികം തിക്നെസ് ഇല്ലാതെ പരത്തി മൈക്രോവേവിൽ വെച്ച് അങ്ങനെ ബേക്ക് ചെയ്ത് ക്രിസ്പി ആക്കി എടുക്കാം. ഞാൻ പക്ഷെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഞാനിത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദോശക്കല്ലിൽ വെച്ച് ഒരു ക്രിസ്പി അല്ലാത്തൊരു സ്നാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് വരും. ഞാനിവിടെ 2 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി അതിൻ്റെ പുറത്തെ ഇതൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുത്തു. ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് അതിൻ്റെ തട്ടിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കിട്ടണം. അന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇവിടെ മധുരക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കിതിന് ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് അപ്പം ഇടിയപ്പം പൊടി ഒരു 1/4 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പേ ഉള്ളൂ. പിന്നെ കറുത്ത എള്ള്, വെളുത്ത എള്ള് രണ്ടും ഞാൻ ഓരോ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെളുത്ത എള്ളാണ്. കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കല്ലൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് നല്ലതുപോലെ പൊടിച്ച് ചേർക്കുകയാണ്. വേണമെങ്കിൽ നമുക്കിതൊന്ന് ഉരുക്കി അരിച്ച് ചേർത്ത്, അപ്പോൾ കല്ലുള്ള ശർക്കരയാണെങ്കിൽ നമുക്ക് ഉരുക്കി അരിച്ച് ചേർത്താലും മതി.
പിന്നെ അല്പം വെള്ളം, കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഉരുട്ടാൻ പാകത്തിന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ബട്ടറാണ്. ബട്ടർ നമുക്കൊരു കുറച്ച് അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതിന് മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ ഇത് ബട്ടർ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കണം. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇത് നമ്മുടെ ചപ്പാത്തിപ്പലകയുടെ മുകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അളവ് പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വട്ടത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ്സൊക്കെ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും ഈക്വൽ തിക്നെസ്സിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിത് മുഴുവൻ പരത്തിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്കിതിപ്പം ഉരുളകൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുത്താലും മതി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുമില്ല. നമുക്ക് വെറുതെ കയ്യിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് കൈകൊണ്ട് തന്നെ അമർത്തി അങ്ങനെയും വേണമെങ്കിൽ പരത്തിയെടുക്കാം. അല്ല, ചപ്പാത്തിപ്പലകയാണ് ഞാൻ എടുത്ത് അതിൻ്റെ മുകളിലാണ് ബട്ടർ പേപ്പർ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ ചപ്പാത്തിപ്പലകയമേ കുറച്ച് മാവ് തൂവിയിട്ട് അതിൽ വെച്ച് നമ്മൾ ആ ചപ്പാത്തി പരത്തൂലേ, അതേപോലെ വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചു. എന്നിട്ട് ഇത് ദോശക്കല്ല് വെച്ചാലും മതി. ദോശക്കല്ലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം. നമ്മളിവിടെ ചെറിയൊരു പപ്പടത്തിൻ്റെയൊക്കെ വട്ടത്തിലാണ് പരത്തിരിക്കുന്നത്. അത് ഈ ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് വെച്ച് ഒന്ന് വേണമെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. എന്നിട്ടൊരു മൂടി വെച്ച് അടച്ചു വയ്ക്കണം. ആ ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വരും. ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ വരും. നല്ല മൂത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് നമുക്ക് അത് മൂപ്പിച്ച് എടുക്കാം. ഇത് ചെറിയൊരു മധുരമുള്ളൊരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. ശർക്കരയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ശർക്കര ചേർത്തില്ലെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഒരു വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ വല്ല സോസോ വല്ലതും കൂട്ടി അങ്ങനെയും കഴിക്കാം. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചുള്ള ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയത് കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് ഇത് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുറേ ദിവസം വെച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാം. അത് നമുക്ക് അധികം ദിവസം വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.